ഹലോ ഫ്രണ്ട്സ്, മീൻകറി വയ്ക്കാനായിട്ട് അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. തക്കാളിയും പച്ചമുളകും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അതിന് പാകത്തിന് ഉപ്പും. അടുത്ത് മീനിലിടാനായിട്ട് കറിവേപ്പിലയും പച്ചമുളകും എടുക്കാൻ പോകാം. നമ്മൾ ഇതിനു മുന്നേ മലക്കറി വാങ്ങിച്ചപ്പോൾ അതിൻ്റെ വേസ്റ്റ് വീണ് പൊടിച്ചതാണ്. ഒരു കത്തിരിക്ക തൈ പൊടിച്ചതാണ്, പിന്നെ മാറ്റി നട്ടു. അങ്ങനെ ഇപ്പോൾ ഒരു കത്തിരിക്ക ഉണ്ടായിട്ടുണ്ട്. പുളിഞ്ചിക്ക പറിക്കാനായിട്ട് വന്നപ്പോൾ പുളിഞ്ചിക്കയെല്ലാം പഴുത്ത് തറയിൽ നിലത്ത് വീണ് കിടപ്പുണ്ട്. അപ്പോൾ ഒന്നുപോലും കിട്ടിയില്ല. കറിവേപ്പില പറിച്ചെടുക്കാം. അതുപോലെ തന്നെ ഉള്ളി അരിഞ്ഞപ്പോൾ അതിൻ്റെ വേസ്റ്റും കളഞ്ഞപ്പോൾ അതിലെങ്ങനെ ചെറിയ ഉള്ളി കടന്ന് അങ്ങനെ തറയിൽ കടന്ന് തനിയെ പൊടിച്ചിട്ടുണ്ട്. അതുപോലെ രസം വയ്ക്കുന്നതിനായി ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. രസത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ: വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, തക്കാളി. വെളുത്തുള്ളിയും കൂടെ തൊലിച്ച് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ അമ്മയാണ് വെളുത്തുള്ളി തൊലിക്കുന്നത്. അടുത്തതായി രസത്തിന് വേണ്ടി തക്കാളി അരിഞ്ഞെടുക്കാം. ഇവിടെ അമ്മ അടുത്ത് തക്കാളി അരിയുന്നുണ്ട്. ഇന്ന് കിട്ടിയ മീൻ കൊഴിയാള മീനാണ് കിട്ടിയ. ഇത് തിളച്ച് കഴിഞ്ഞു. അപ്പം മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം രസത്തിന്. അടുത്തതായി പുളി ഇട്ട് കൊടുക്കാം. അടുത്ത് പച്ചമുളകും തക്കാളിയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ പ്രാവിന് വേണ്ടി കുറച്ച് ചെറുപയർ വാങ്ങിച്ചപ്പോൾ നട്ടതാണ്. കുറച്ച് വലുതായി. പിന്നെ ഇതിൽ നിന്ന് ഇവിടെ കുറച്ച് നട്ടിട്ടുണ്ട്. പിന്നെ അന്ന് നട്ട തക്കാളി കുറച്ച് വലുതായി മാറ്റി നട്ടു. ഇപ്പോൾ കമ്പൊക്കെ ഊന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലുതായത്. പിന്നെ ഇതൊക്കെ കുറച്ച് ചെറുതാണ്. ഇത് മാത്രമേ കുറച്ചുകൂടെ വലുതായി പൊടിച്ചിട്ടുള്ളൂ. പിന്നെ അവിടെ കാന്താരി മുളക് ഒരിക്കൽ താഴെ നിന്നപ്പോൾ നട്ടതാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. കുറച്ച് വേസ്റ്റ് വന്നപ്പോൾ എടുത്ത് ഇട്ടപ്പോൾ പൊടിച്ചതാണ് പയറ്. രസത്തിന് കടുക് വറുക്കാനായി കുറച്ച് ചെറിയ ഉള്ളിയും കരിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങി. കടുക് പൊട്ടിയതിന് ശേഷം കരിവേപ്പിലയും ചെറിയ ഉള്ളിയും തട്ടിക്കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. അടുത്തതായി കുറച്ച് കത്തിരിക്ക പൊരിക്കാൻ വേണ്ടി അമ്മ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കത്തിരിക്ക അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊരിക്കാൻ. ഒരു സൈഡ് വെന്ത് വന്നിട്ട് മറിച്ചിടാം. അപ്പോൾ അമ്മ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വരിക്ക ചക്ക കിട്ടിയിട്ടുണ്ട്. വെട്ടി നോക്കാം.